ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ്. ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ്. എക്സാമുകൾ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാം. വരും ക്ലാസ്സിലേക്ക് കടക്കാം. കേരള PSC LP UP എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി ഒരുക്കിയിരിക്കുന്നു LP UP PQ ബുക്ക്. അപ്പോൾ ഈ ഒരു ബുക്കിൽ മുൻവർഷങ്ങളിലെ ചോദ്യപേപ്പറുകളും അതുപോലെ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകളുമാണുള്ളത്. അപ്പോൾ ഈ ബുക്ക് സ്വന്തമാക്കുവാനായിട്ട് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലോ അല്ലെങ്കിൽ ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ talentkerala.com-ലോ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴിയോ വാങ്ങാവുന്നതാണ്. അപ്പോൾ വേഗം തന്നെ LP UP PQ ബുക്ക് നിങ്ങളുടെ സ്വന്തമാക്കുക. ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയാണ്. ഇന്ന് മാർച്ച് 23. എന്താണ് പ്രത്യേകത? ലോക കാലാവസ്ഥാ ദിനമാണ്. എന്താണ്? മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനമായി ആചരിക്കുന്നതെന്ന് നോക്കാം. 1950 മാർച്ച് 23 ലോക മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ കൺവെൻഷൻ പ്രാബല്യത്തിൽ വന്നതിന്റെ സ്മരണാർത്ഥമാണ് മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനമായി ആചരിക്കുന്നത്. അതോടൊപ്പം ഓർത്തുവെക്കുക, മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം എന്താണ്? അറ്റ് ദി ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ. എന്താണ്? അറ്റ് ദി ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ എന്നുള്ളതാണ് 2024 വർഷത്തെ ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം. അപ്പോൾ പ്രമേയം ഓർത്തുവെക്കുക, എന്താണ്? അറ്റ് ദി ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ എന്നുള്ളതാണ് ലോക കാലാവസ്ഥാ ദിനമായി ആചരിക്കുന്നതെന്നാണ്. മാർച്ച് 23. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. DNPAയുടെ അധ്യക്ഷയായി അടുത്തിടെ നിയമിതയായത് ആരാണ്? മറിയം മാമൻ മാത്യു. മറിയം മാമൻ മാത്യു ആണ് അടുത്തിടെ DNPAയുടെ അധ്യക്ഷനായി നിയമിതയായത്. അപ്പോൾ എന്താണ് DNPA എന്നുകൂടി ഓർത്തുവെക്കുക. ഡിജിറ്റൽ ന്യൂസ് പബ്ലിഷേഴ്സ് അസോസിയേഷൻ എന്നുള്ളതാണ് DNPAയുടെ ഫുൾ ഫോം. അപ്പോൾ DNPAയുടെ അധ്യക്ഷനായി അടുത്തിടെ നിയമിതയായത് ആരാണ്? മറിയം മാമൻ മാത്യു ആണ്. ഇനി ഒരു അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2024 ഭൂട്ടാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദി ഡ്രഗ് ഗ്യാൽപോ ലഭിച്ച പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിക്കാണ് ഈ ഒരു ബഹുമതി ലഭിച്ചിരിക്കുന്നത്. ഏത് രാജ്യത്തിന്റെ ബഹുമതിയാണെന്ന് പ്രത്യേകം ഓർത്തു വെക്കുക. ഭൂട്ടാന്റെ പരമോന്നത ബഹുമതിയാണ് ഓർഡർ ഓഫ് ദി ഡ്രഗ് ഗ്യാൽപോ. എന്താണ്? ഓർഡർ ഓഫ് ദി ഡ്രഗ് ഗ്യാൽപോ എന്നുള്ളതാണ് ബഹുമതിയുടെ പേര്. 2024 ലഭിച്ചത് ആർക്കാണ്? നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്കാണ് ലഭിച്ചത്. അതോടൊപ്പം ഓർത്തു വെക്കുക, ഭൂട്ടാന്റെ പ്രധാനമന്ത്രിയുടെ പേരെന്താണ്? ഷെറിംഗ് ടോബ്ഗായ്. എന്താണ്? ഷെറിംഗ് ടോബ്ഗായ് എന്നുള്ളതാണ് ഭൂട്ടാനിന്റെ പ്രധാനമന്ത്രി. അപ്പോൾ പോയിന്റ് ഓർത്തു വെക്കുക, 2024 ഭൂട്ടാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദി ഡ്രഗ് ഗ്യാൽപോ ലഭിച്ച പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ ISROയുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട കടൽ ജീവി ഏതാണ്? ബ്രിസത്തോവ ഇസ്രോ. എന്താണ്? ബ്രിസത്തോവ ഇസ്രോ എന്നുള്ളതാണ് ഈ ഒരു കടൽ ജീവിയുടെ പേര്. അപ്പോൾ പോയിന്റ് എന്താണെന്ന് ഓർത്തു വെക്കുക. അടുത്തിടെ ISROയുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട കടൽ ജീവി ഏതാണ്? ബ്രിസത്തോവ ഇസ്രോ എന്നുള്ളതാണ്. അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. സായുധ കലാപം നടക്കുന്ന ഹെയ്ത്തിയിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനത്തിന്റെ പേര് എന്താണ്? ഓപ്പറേഷൻ ഇന്ദ്രാവതി. എന്താണ്? ഓപ്പറേഷൻ ഇന്ദ്രാവതിയാണ്. അപ്പോൾ സായുധ കലാപം നടക്കുന്ന എവിടെ നിന്നാണെന്ന് ഓർക്കുക. ഹെയ്ത്തിയിൽ നിന്ന് ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ ഇന്ത്യ നടത്തുന്ന രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. അതോടൊപ്പം ഓർത്തു വെക്കുക, സുഡാനിൽ നടന്ന കലാപത്തിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ രക്ഷിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷന്റെ പേരെന്തായിരുന്നു? അത് ഓപ്പറേഷൻ കാവേരി എന്നായിരുന്നു. എന്താണ്? ഓപ്പറേഷൻ കാവേരിയാണ്. എന്താണ്? സുഡാനിൽ കലാപത്തിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ രക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ കാവേരി. അതുപോലെ തന്നെ റഷ്യ-ഉക്രൈൻ യുദ്ധ സമയത്ത് അവിടെ അകപ്പെട്ട ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനം ഏതാണ്? ഓപ്പറേഷൻ ഗംഗ. എന്തായിരുന്നു? ഓപ്പറേഷൻ ഗംഗ. ഓർത്തു വെക്കുക, ഓപ്പറേഷൻ ഗംഗ. അതുപോലെ തന്നെ ഓപ്പറേഷൻ അജയ് എന്താണെന്ന് ഓർത്തു വെക്കുക. എന്താണ്? ഓപ്പറേഷൻ അജയ്. എന്താണ് ഓപ്പറേഷൻ അജയ്? ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ അജയ്.
അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ജീവനക്കാർക്ക് അധിക ഡ്യൂട്ടി സമയം ഏർപ്പെടുത്തി നിയമലംഘനം നടത്തിയതിന് DGCA പിഴ ചുമത്തിയ എയർലൈൻ ഏതെന്നാണ്? ഏത് എയർലൈനാണ്? എയർ ഇന്ത്യക്കാണ് ഈ ഒരു പിഴ ചുമത്തൽ കിട്ടിയത്. അപ്പോൾ ആരാണ് പിഴ ചുമത്തിയതെന്ന് ഓർത്തു വെക്കുക. DGCA ആണ് പിഴ ചുമത്തിയത്. എന്തിനാണ് എന്നുള്ളത് കൂടി ഓർത്തു വെക്കുക. ജീവനക്കാർക്ക് അവരുടെ ഡ്യൂട്ടിയിൽ അധികം സമയവും ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞ് അങ്ങനെ അവരുടെ ഒരു നിയമലംഘനം നടത്തിയതിനാണ് DGCA പിഴ ചുമത്തിയത്. അതോടൊപ്പം ഓർത്തു വെക്കുക, DGCAയുടെ ഫുൾ ഫോം എന്താണ്? ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എന്നുള്ളതാണ് DGCAയുടെ ഫുൾ ഫോം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ്? ജീവനക്കാർക്ക് അധിക ഡ്യൂട്ടി സമയം ഏർപ്പെടുത്തി നിയമലംഘനം നടത്തിയതിന് DGCA പിഴ ചുമത്തിയ എയർലൈൻ ഏതാണ്? എയർ ഇന്ത്യയാണ്. അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് നെമോയിൽ എത്തിയ ആദ്യ സഞ്ചാരി ഏതെന്നാണ്? എന്താണ്? പോയിന്റ് നെമോയിൽ എത്തിയ ആദ്യ സഞ്ചാരി ഏതാണ്? ക്രിസ് ബ്രൗൺ ആണ്. ആരാണ്? ക്രിസ് ബ്രൗൺ ആണ് പോയിന്റ് നെമോയിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹം എവിടെയാണ്? പോയിന്റ് നെമോയിൽ എത്തിയ ആദ്യ സഞ്ചാരി കൂടിയാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി എന്താണ് പോയിന്റ് നെമോയുടെ പ്രത്യേകത എന്ന് ഓർത്തു വെക്കുക. കരയിൽ നിന്നും ഏറ്റവും അകലെയുള്ള ദൂരെയുള്ള ഒരു പ്രദേശമാണ് എന്ത്? പോയിന്റ് നെമോ എന്നുള്ളത്. അതുപോലെ തന്നെ പോയിന്റ് നെമോയെ വിശേഷിപ്പിക്കുന്ന ഒരു വിശേഷണം കൂടിയുണ്ട്, അതുകൂടി ഓർത്തു വെക്കുക. ദ ഓഷ്യാനിക് പോൾ ഓഫ് ഇൻഅക്സസിബിലിറ്റി എന്നാണ് എന്ത്? പോയിന്റ് നെമോ അറിയപ്പെടുന്നത്. പോയിന്റ് നെമോയുടെ വിശേഷണമാണിത്. അപ്പോൾ പോയിന്റ് നെമോയിൽ എത്തിയ ആദ്യ സഞ്ചാരി ആരാണ്? ക്രിസ് ബ്രൗൺ ആണ്. സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ അടുത്തത് ചർച്ച ചെയ്യുന്നത്. വേൾഡ് ടേബിൾ ടെന്നീസ് ഫീഡർ സീരീസ് 2024 പുരുഷ സിംഗിൾസ് ജേതാവായത് ആരെന്നാണ്? ആരാണ്? ജി സത്യനാണ്. ഇന്ത്യക്കാരനായ ജി സത്യനാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് പ്രത്യേകത? വേൾഡ് ടേബിൾ ടെന്നീസ് ഫീഡർ സീരീസ് 2024 പുരുഷ സിംഗിൾസ് ജേതാവായത് ആരാണ്? ജി സത്യനാണ്. ഈ ഒരു നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനും കൂടിയാണ് ആര്? ജി സത്യൻ എന്നുള്ളത് ഓർത്തു വെക്കുക. ഇനി 2024 വേൾഡ് ടേബിൾ ടെന്നീസ് ഫീഡർ സീരീസിന്റെ വേദി എവിടെയാണെന്നും കൂടി ഓർത്തു വെക്കുക. ബെയ്റൂട്ടിൽ വെച്ചാണ്. എവിടെയാണ്? ബെയ്റൂട്ടിൽ വെച്ചാണ് 2024 വേൾഡ് ടേബിൾ ടെന്നീസ് ഫീഡർ സീരീസ് നടന്നത്. അപ്പോൾ ഈ ഒരു സീരീസിൽ പുരുഷ സിംഗിൾസ് ജേതാവായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ജി സത്യനാണ്. വീണ്ടും സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. T20 ക്രിക്കറ്റിൽ 12,000 റൺസ് പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ്? വിരാട് കോഹ്ലിയാണ്. ആരാണ്? വിരാട് കോഹ്ലിയാണ്. T20 ക്രിക്കറ്റിൽ 12,000 റൺസ് പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ്? വിരാട് കോഹ്ലിയാണ്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര T20യിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരവും ആര് തന്നെയാണ്? വിരാട് കോഹ്ലി തന്നെയാണ്. ഇനി അന്താരാഷ്ട്ര T20യിൽ 4,000 റൺസ് പൂർത്തിയാക്കിയ താരവും ആരാണ്? അതും വിരാട് കോഹ്ലിയാണ്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ്? T20 ക്രിക്കറ്റിൽ 12,000 റൺസ് പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ്? വിരാട് കോഹ്ലിയാണ്. അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ഒഫീഷ്യൽ ബാങ്കിംഗ് പാർട്ണർ ആരെന്നാണ്? ആരാണ്? യെസ് ബാങ്ക് ആണ്. 2024 നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ഒഫീഷ്യൽ ബാങ്കിംഗ് പാർട്ണർ ആവുന്നത്. അതോടൊപ്പം ഓർത്തു വെക്കുക, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആരാണ്? PT ഉഷയാണ് നിലവിലെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ്. അപ്പോൾ 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം എന്താണെന്ന് നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്താണ് ഫ്രിജേസ് എന്നുള്ളതാണ് 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ഒഫീഷ്യൽ ബാങ്കിംഗ് പാർട്ണർ ആവുന്നത് ആരാണ്? യെസ് ബാങ്ക് ആണ്. ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു. DNPAയുടെ അധ്യക്ഷനായി നിയമിതയാകുന്നത് ആരെന്നാണ്? ആരാണ്? മറിയം മാമൻ മാത്യു. ആരാണ്? മറിയം മാമൻ മാത്യു ആണ് DNPAയുടെ അധ്യക്ഷനായി നിയമിതനാവുന്നത്. അപ്പോൾ അതോടൊപ്പം ഓർത്തു വെക്കുക, DNPAയുടെ ഫുൾ ഫോം എന്താണ്? ഡിജിറ്റൽ ന്യൂസ് പബ്ലിഷേഴ്സ്
അസോസിയേഷൻ എന്നുള്ളതാണ് DNPAയുടെ ഫുൾ ഫോം. ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു പുരസ്കാരമായിരുന്നു. ആർക്കാണ് ലഭിച്ചത്? നരേന്ദ്രമോദിക്കാണ് ലഭിച്ചത്. എന്താണെന്ന് നമുക്ക് നോക്കാം. 2024 ഭൂട്ടാന്റെ, ഏത് രാജ്യത്തിൻ്റെയാണ്? ഭൂട്ടാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദി ഡ്രഗ് ഗ്യാൽപോ ലഭിച്ച പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ്. അതേപോലെ ഭൂട്ടാന്റെ പ്രധാനമന്ത്രി ആരാണ്? ഷെറിംഗ് ടോബ്ഗയാണ് ഭൂട്ടാന്റെ പ്രധാനമന്ത്രി. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. അടുത്തിടെ ISROയുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട കടൽ ജീവി ഏതാണ്? ബ്രിസന്തോവ ഇസ്രോയാണ്. എന്താണ്? ബ്രിസന്തോവ ഇസ്രോ എന്നാണ് ആ ഒരു ജീവിയുടെ പേര്. ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു ഓപ്പറേഷൻ ആണ്. എന്താണ്? ഓപ്പറേഷൻ ഇന്ദ്രാവതി. ഓപ്പറേഷൻ ഇന്ദ്രാവതി എന്നുള്ളതാണ് പേര്. ഇനി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി? സായുധ കലാപം നടക്കുന്ന ഹെയ്ത്തിയിൽ, എവിടെ നിന്നാണ്? ഹെയ്ത്തിയിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. അതോടൊപ്പം നമ്മൾ ചർച്ച ചെയ്ത എല്ലാ ഓപ്പറേഷനുകളുടെ പേരും കൂടി പഠിച്ചു വെക്കുക. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് എയർ ഇന്ത്യയെ കുറിച്ചുള്ള ഒരു പോയിന്റ് ആണ്. എന്താണ് പറ്റിയത്? ഈ ജീവനക്കാർക്ക് അധിക ഡ്യൂട്ടി സമയം ഏർപ്പെടുത്തി നിയമലംഘനം നടത്തിയതിന് DGCA പിഴ ചുമത്തിയ എയർലൈൻ ഏതാണ്? എയർ ഇന്ത്യയാണ്. DGCAയുടെ ഫുൾ ഫോം എന്താണെന്ന് കൂടി ഓർത്തു വെക്കുക. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എന്നുള്ളതാണ് DGCAയുടെ ഫുൾ ഫോം. ശേഷം നമ്മൾ ചർച്ച ചെയ്തത് പോയിന്റ് നെമോയിൽ എത്തിയ ആദ്യ സഞ്ചാരി ആരെന്നാണ്. എന്താണ്? പോയിന്റ് നെമോയിൽ എത്തിയ ആദ്യ സഞ്ചാരി ആരാണ്? ക്രിസ് ബ്രൗൺ ആണ്. ശേഷം ചർച്ച ചെയ്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളായിരുന്നു. വേൾഡ് ടേബിൾ ടെന്നീസ് ഫീഡർ സീരീസ് 2024 പുരുഷ സിംഗിൾസ് ജേതാവായത് ആരാണ്? ജി സത്യനാണ്. അപ്പോൾ ഈ ഒരു നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനും കൂടിയാണ് ആര്? ജി സത്യൻ. ശേഷം ചർച്ച ചെയ്ത പോയിന്റ് വിരാട് കോഹ്ലിയുടെ ഒരു റെക്കോർഡായിരുന്നു. T20 ക്രിക്കറ്റിൽ 12,000 റൺസ് പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ്? വിരാട് കോഹ്ലിയാണ്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര T20 ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടുള്ള താരം ആരാണ്? അതും വിരാട് കോഹ്ലിയാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 4000 റൺസ് നേടിയ താരവും ആര് തന്നെയാണ്? വിരാട് കോഹ്ലിയാണ്. ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ഒഫീഷ്യൽ ബാങ്കിംഗ് പാർട്ണർ ആയത് ആരാണ്? യെസ് ബാങ്ക് ആണ്. എന്താണ്? 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ഒഫീഷ്യൽ ബാങ്കിംഗ് പാർട്ണർ ആവുന്നത് യെസ് ബാങ്ക് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആരാണ്? PT ഉഷയാണ്. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്. വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയയുടെ ആഗോള അംഗീകാരം നേടിയ കേരളത്തിലെ ഹീമോഫീലിയ ചികിത്സാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ആശുപത്രി ഏതെന്നാണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ A ആലുവ ജില്ലാ ആശുപത്രി, ഓപ്ഷൻ B പാലക്കാട് ജില്ലാ ആശുപത്രി, ഓപ്ഷൻ C കണ്ണൂർ ജില്ലാ ആശുപത്രി, ഓപ്ഷൻ D ആലപ്പുഴ ജില്ലാ ആശുപത്രി. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. 4ാമത് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ സ്റ്റാർട്ടപ്പ് ഫോറത്തിന്റെ വേദി എവിടെയെന്നാണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ A ന്യൂഡൽഹി, ഓപ്ഷൻ B കൊൽക്കത്ത, ഓപ്ഷൻ C മുംബൈ, ഓപ്ഷൻ D പൂനെ. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. 2021 സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പുരസ്കാരത്തിൽ IV ദാസ് പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ്. ഓപ്ഷൻസ് ഇതൊക്കെയാണ് നൽകിയിരുന്നത്. ഓപ്ഷൻ A M മുകുന്ദൻ, ഓപ്ഷൻ B സാറ ജോസഫ്, ഓപ്ഷൻ C സക്കറിയ, ഓപ്ഷൻ D ഈയങ്കോട് ശ്രീധരൻ. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ A ആണ് ശരിയുത്തരം. M മുകുന്ദനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. 2021 സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പുരസ്കാരത്തിൽ IV ദാസ് പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? M മുകുന്ദനാണ്. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു. വേൾഡ് ടെലികോം സ്റ്റാൻഡർഡൈസേഷൻ അസംബ്ലി 2024 വേദി എവിടെയെന്നായിരുന്നു. ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു. ഓപ്ഷൻ A മുംബൈ, ഓപ്ഷൻ B ന്യൂഡൽഹി, ഓപ്ഷൻ C പൂനെ, ഓപ്ഷൻ D ഹൈദരാബാദ്. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ B ആണ് ശരിയുത്തരം. എന്താണ്? ഓപ്ഷൻ B ആണ് ശരിയുത്തരം. ന്യൂഡൽഹിയിൽ വെച്ചാണ് 2024 വേൾഡ് ടെലികോം സ്റ്റാൻഡർഡൈസേഷൻ അസംബ്ലി നടക്കുന്നത്. ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം.